കായംകുളം കൃഷ്ണപുരം അകമ്പുറം ചർച്ചാവേദിയുടെ ആഭിമുഖ്യത്തിൽ പുസ്തക ചർച്ച നടത്തി. പ്രശസ്ത നോവലിസ്റ്റ് എസ് ഹരീഷിന്റെ ഏറ്റവും പുതിയ നോവൽ പട്ടുനൂൽ പുഴുവാണ് ചർച്ച ചെയ്തത്. കൃഷ്ണപുരം അകമ്പുറം ചർച്ചാവേദിയുടെ ആഭിമുഖ്യത്തിൽ പ്രശസ്ത നോവലിസ്റ്റ് എസ് ഹരീഷിന്റെ ഏറ്റവും പുതിയ നോവലായ പട്ടുനൂൽ പുഴുവാണ് ചർച്ച ചെയ്തത്. 2024 പി പത്മരാജൻ അവാർഡ് നേടിയ കൃതിയാണ് പട്ടുനൂൽ പുഴു. ഇപ്പോഴാണ് ശ്രീ എസ് ഹരീഷിന്റെ പട്ടുനൂൽ പുഴു അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ പുസ്തകമാണിത്. 1 മീശ, 2 ആഗസ്റ്റ് 17, മൂന്നാമത്തെ പുസ്തകം പട്ടുനൂൽ പുഴു. ഇതിന് ഒരു പ്രത്യേക തരം നോവലാണ്. ഇതിന് എല്ലാവരും പറഞ്ഞിട്ട് വലിയ ഭാരമൊന്നും തൂക്കാനൊക്കെ, പക്ഷേ ഇതിനകത്ത് ഒരുപാട് സ്വാർത്ഥികളുണ്ട്. ഞങ്ങളെപ്പോലുള്ള ഒരു ഗ്രാമീണ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ഇതിനകത്ത് ഒരുപാട് ഐക്യപ്പെടാവുന്ന പോയിന്റുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരു ഗതാഗതത്തിലേക്ക് മടങ്ങിപ്പോകാനും ഒക്കെ പലപ്പോഴും ഉതകിയിട്ടുണ്ട്. നോവലിസ്റ്റ് എസ് ഹരീഷ് ചർച്ച ഉദ്ഘാടനം ചെയ്തു. ചില നോവലുകൾക്ക് ചില ലേഖനങ്ങളുണ്ട്, യാത്രാവിവരണങ്ങളുണ്ട്. അങ്ങനെ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു സാഹിത്യരൂപമായിട്ട് നോവൽ പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിൽ സംഭവിക്കുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ 2020 ശേഷം പറഞ്ഞല്ലോ, ധാരാളം പുതിയ നോവലുകൾ വന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്. അജീഷിനൊക്കെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാൻ പറ്റും. പലരി മാണിക്യം എന്ന് പറയുന്നൊരു നോവലുണ്ട്, പലരി മാണിക്യം, ടി.പി. രാജീവൻ്റെ. അത് ഇറങ്ങിയപ്പോൾ മുതലാണ് ഇങ്ങനെ ഒരു നോവലിനൊരു വലിയ മാറ്റം ഇവിടെ സംഭവിക്കുന്നത്, കേരളത്തിൽ സംഭവിക്കുന്നത്. പലരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ എന്ന് പറഞ്ഞ വളരെ മനോഹരമായൊരു നോവല്. അത് പിന്നെ പിൽക്കാലത്ത് സിനിമയായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ KTN കോട്ടൂർ എന്ന് പറഞ്ഞ നോവല് സിനിമയായിട്ടുണ്ട്. പട്ടുനൂൽ പുഴു നമ്മുടെ ഒരു സാധാരണ ഗ്രാമീണ ജീവിതത്തിൻ്റെ ഒരു കഥയാണ്. എനിക്ക് പരിചയമുള്ള ഒരു ജീവിതത്തിൻ്റെ കഥയാണ്. കുറച്ചൊക്കെ എൻ്റെ അനുഭവങ്ങൾ അതിൽ വന്നിട്ടുണ്ട്, കുറച്ചൊക്കെ എന്നേ പറയാൻ പറ്റുള്ളൂ. ഏതായാലും നിങ്ങൾ അത് വായിച്ചവരാണല്ലോ കൂടുതൽ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുക, നമുക്ക് കൂടുതൽ ചർച്ചയിൽ കൂടി പറയാം എന്ന് വിചാരിക്കുന്നു. യുവനിരൂപകൻ അജീഷ് ജി ദത്തൻ നോവലിനെ ആധികാരികമായി വിലയിരുത്തി. പക്ഷെ നമ്മുടെ വീട്ടിൻ്റെ അകത്ത് നമ്മൾ കയറുമ്പോൾ എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ കുടുങ്ങിപ്പോകും. നമ്മുടെ വീടിനകത്ത് അകത്തോട്ടൊരു സ്റ്റെയർ ഉണ്ടാവുമല്ലോ, അതിനകത്ത് എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റത്തില്ല, ഇതൊക്കെ സംസാരിക്കുന്ന ഒരാൾക്ക്. അപ്പോൾ അങ്ങനെ നമുക്ക് വളരെ അതിപരിചിതമായ സംഭവങ്ങളെ സാധാരണത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെ നറേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നൊരു അസാധാരണത്വം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ കൃതികൾ. അല്ലാതെ ഇതിനകത്ത് നിരന്തരമായ എന്തെങ്കിലും സംഘർഷങ്ങളോ ക്യാരക്ടറുകൾ തമ്മിലുള്ള ഉണ്ട്. പക്ഷെ ആ സംഘർഷം നടക്കുന്നത് എവിടെയാണ്? ഞാൻ ഈ പറഞ്ഞ അകത്തിനകത്താണ്. അകത്തിലാണ് ആ സംഘർഷം നടക്കുന്നത്. അതായത് ആ വ്യക്തികളുടെ മനസ്സിനകത്താണ് ആ സംഘർഷം നമ്മൾ വായിച്ചെടുക്കുന്നത്. മാനസികമായ വലിയ വ്യഥകൾ അനുഭവിക്കുമ്പോൾ ഇതൊന്നും പുറത്തേക്ക് വന്ന് പൊട്ടിത്തെറിപ്പിച്ച് ഒരു ലൗഡായിട്ട് ഒരു എന്താ പറയുക, ഒരു കുടുംബ പ്രശ്നം അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും നമ്മളെ ഒന്നിലും കൊണ്ട് കെട്ടിയിടാൻ ശ്രമിക്കാത്ത ഒരു നറേഷൻ്റെ ഒരു കലയുണ്ടല്ലോ, ആ കലയിലാണ് ഈ നോവൽ കിടക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെയാണ് ഈ ഒരു നോവലിസ്റ്റിൻ്റെ യഥാർത്ഥ വിജയം എന്ന് പറയുന്നത്. ഇപ്പോൾ അടുത്ത ഒരു നോവലുമായിട്ട് ഹരീഷ് വരുമ്പോൾ ഇതെല്ലാം മറികടന്നുകൊണ്ട് വേറൊരു സംഗതി കൊണ്ടുവരും. രേഖ ആർ താങ്കൾ, ഡോക്ടർ ശിശുപാലൻ, സുരേഷ് വർമ്മ, ജേക്കബ് ഉമ്മൻ, വാത്തിശ്ശേരിൽ മനോഹരൻ, ഭദ്രൻ കാർത്തിക, N. അമൽകുമാർ, ബെൻസി മൂലവീട്ടിൽ, G. അനി, ഹരികുമാർ കൊട്ടാരം, സുമേഷ് കുമാർ, യമുന ഹരീഷ്, ലേഖ സുദർശനൻ, അജിത് കുമാർ കോയിക്കലേത്ത് തുടങ്ങിയവർ സംസാരിച്ചു. എന്നെ സംബന്ധിച്ച് ഹരീഷ് എന്ന എഴുത്തുകാരൻ ചെറുകഥ വായിച്ച് വളരെ ആദരവോടുകൂടി അഭിമാനത്തോടുകൂടി ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ സുദർശൻ ചേട്ടൻ മുമ്പേ പറഞ്ഞതുപോലെ മോദസ്ഥിതനായ അങ്ങ് ഇരിപ്പു മല പോലെ എന്ന് പറയുന്ന ചെറുകഥ വായിച്ച് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ആശയത്തെ ഇത്ര സൗന്ദര്യാത്മകമായി അവതരിപ്പിക്കാൻ കഴിയുന്നല്ലോ, ആഖ്യാനം ചെയ്യാൻ കഴിയുന്നല്ലോ എന്ന ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹത്തിന്. പിന്നെ സിനിമകളെക്കുറിച്ചാണ്, പിന്നെ സിനിമകളിൽ നിന്നാണ് അടുപ്പം. അതിനൊക്കെ ശേഷം നോവലുകൾ ഞാൻ മീശയെക്കാളും ഓഗസ്റ്റ് 17 ചരിത്രത്തിൻ്റെ പുനർനിർമ്മാണം, അത് മുമ്പ് അജീഷ് പറഞ്ഞതുപോലെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എനിക്ക് ആ ചരിത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിൽ അത്രങ്ങോട്ട് സന്തോഷത്തോടെ അത് വായിച്ചു പോകാൻ കഴിയാത്ത ഒരാളാണ്. പക്ഷെ മീശയ്ക്ക് ശേഷം എനിക്ക് അതേപോലെ ആസ്വദിച്ച് വായിക്കാൻ കഴിഞ്ഞ പുസ്തകം പട്ടുനൂൽ പുഴുവാണ്. ഡോക്ടർ GR സന്തോഷ് കുമാർ, അഡ്വക്കേറ്റ് എബ്രഹാം P. ജോൺ എന്നിവർ ഓൺലൈനായും ചർച്ചയിൽ പങ്കെടുത്തു. സുദർശനൻ ആലുമൂട്ടിൽ ചർച്ച മോഡറേറ്റ് ചെയ്തു. CDNet ന്യൂസ്, കായംകുളം.